ഇലക്ട്രിക് കാർ വാങ്ങുന്നവർക്കൊക്കെ ആകെല്ലൊരു പ്രശ്നമാണല്ലോ, മണിക്കൂറുകളോളം ചാർജ് ചെയ്യാം, ചാർജിങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ചൈനയിലാണുള്ളത്. ചൈനയിൽ ഞങ്ങളൊരു ടോയ്സ് മാർക്കറ്റ് കാണാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടൊരു സെറ്റപ്പാണിത്. നിയോ പവർ എന്നുള്ളൊരു ചാർജിങ് സ്റ്റേഷനാണിത്. ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണോ, അതായത് ഈ നിയോ പവർ എന്നുള്ള ബ്രാൻഡിന്റെ കാറ് നേരെ വന്ന് ഇപ്പൊ ഇവിടെ ഈ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടോ, ഇവിടെ വണ്ടി വന്ന് പാർക്ക് ചെയ്യും. നേരെ വണ്ടി ഉള്ളിൽ കയറുന്നു, അടിയിൽ ഇതിന്റെ മെഷീനറി വന്നാണ്ട് ഇതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യുന്നു, അടുത്തത് ബാറ്ററി ഫിറ്റ് ചെയ്യുന്നു, വന്ന ആള് നേരെ ചാർജ് ചെയ്ത് പോണു. വെരി സിമ്പിൾ. വെറും 3 മിനിറ്റ് കൊണ്ട് കാറ് ചാർജ് ചെയ്യുക. ഇതിപ്പോ ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ്, ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ നാട്ടിൽ വന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. ചൈനയിൽ ഇപ്പോൾ ഈ നിയോ പവറിന്റെ വണ്ടി എടുത്തവർക്ക് വെയിറ്റ് ചെയ്യണ്ട. ഇത് 3 മിനിറ്റ് കൊണ്ട് ചാർജ് ആവും എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇത് വണ്ടിൻ്റെ അടിയിൽ നിന്ന് നമ്മളെ ബാറ്ററി, ഇപ്പം നിലവിൽ വണ്ടിയിലുള്ള ബാറ്ററി റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ബാറ്ററി, ഫുൾ ചാർജുള്ള ബാറ്ററി അതേപോലെ ഫിറ്റ് ചെയ്യാണ്. അതായത് ബാറ്ററി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ചാർജ് ആയി അല്ലേ? വെരി സിമ്പിൾ. ചെറുതായി ഇതെല്ലാ ഭാഗത്തും ഉണ്ടോ അതോ ഇത് അതാത് കമ്പനിന്റെ വണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഇത് നിയോ പവർ ആണ്. 3 മിനിറ്റ് കൊണ്ട് ബാറ്ററി ചേഞ്ച് ചെയ്യും. ബാറ്ററി ചേഞ്ച് ചെയ്യും. അതല്ല, അതായത് അടിയിൽ നിന്ന് വന്നു, വണ്ടിയിൽ റിമൂവ് ചെയ്തു, പിന്നെ മറ്റു ബാറ്ററി ഫിറ്റ് ചെയ്തു. ബൈ 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 ബൈ. ഓല് ഹാപ്പി ആയി നമ്മൾ വീഡിയോ എടുക്കാനുണ്ട്. 3 മിനിറ്റ് 3 മിനിറ്റ് അല്ലേ? 3 മിനിറ്റോട് പരിപാടി കഴിഞ്ഞ് പോയി. നമ്മൾ രതീഷ് ചേട്ടനെ വീഡിയോ എടുക്കുന്നുണ്ട്. അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഞങ്ങളിവിടെ ഈ ഒരു പിന്നെ ടോയ്സിന്റെ ഒരു മാളാണിത്. ഗവൺമെന്റിന്റെ മാളാണ് അല്ലേ? അടിപൊളി ടോയ്സിന്റെ വൺ കളക്ഷൻ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. 30ഓളം നിലയുണ്ട്. അതായത് നമ്മളവിടേക്ക് ചെല്ലുമ്പോ വൻ സ്വീകരണം അല്ലേ? ഇപ്പോഴും സ്റ്റാഫ് ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റാഫുകളാണ്, ഗവൺമെന്റ് സ്റ്റാഫുകളാട്ടോ. ഇവരിപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നല്ല സ്വീകരണം തന്ന് നമ്മളൊരു മീറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി, ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ്, കോഫി, ഫ്രൂട്ട്സ് ഒക്കെ തന്ന് മൊത്തം ടോയ്സിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിനെടുത്ത് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അവർ നമുക്ക് കൊട്ടേഷൻ തരും. കൊട്ടേഷൻ തന്നിട്ട് നമുക്ക് കൊട്ടേഷൻ നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ മതി. പക്ഷെ ബൾക്ക് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം കേട്ടോ. അത്ര ആളുകൾക്ക് ഇവിടേക്കൊക്കെ വന്നിട്ട് കാര്യമുള്ളൂ. കണ്ടോ, ഇവരിപ്പോഴും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെ വണ്ടിയിൽ കയറ്റിയിട്ടേ ഇവർ പോവുള്ളൂ. ഇവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഇവിടെ കാണിച്ചതാണ്. അതായത് അടുത്തൊരു വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നു. അതായത് ഈ നിയോ പവർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കാറുകൾക്ക് ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു അടയാളപ്പെടുത്തിയ സ്ഥലത്ത് വാഹനം കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഓട്ടോ പാർക്കിൽ ഈ വണ്ടി അതിൻ്റെ ഉള്ളിൽ കയറും. ഡ്രൈവർ പണിയൊന്നും എടുക്കണ്ട. അതാണ് ആ സെറ്റപ്പ്. അതിനുശേഷം അവർക്ക് ബാറ്ററി റിമൂവ് ചെയ്ത് സിമ്പിളായിട്ട് പോവാം. ഷട്ടർ ക്ലോസ് ആയി കിടക്കുമ്പോൾ അവർക്ക് തന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും, സ്കാനർ ഉപയോഗിച്ചിട്ടും ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇവിടെ വന്ന് ബാറ്ററി മാറ്റി പോകുമ്പോൾ ഇവരെ പഴയ ബാറ്ററി തന്നെ ഇവർക്ക് തിരിച്ചു കിട്ടും, അതെങ്ങനെ റെഡി ആവുന്നു? അതായത് പുതിയ കാറ് കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ബാറ്ററി കമ്പനീൻ്റെതാവും. അതായത് കാറിൻ്റെ ഓണർക്ക് ഇവർ ബാറ്ററി തരൂല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ബാറ്ററി ഇവിടെ വരുന്നു, മാറ്റണു. അപ്പോൾ കമ്പനിയിൽ ബാറ്ററിക്ക് ചെറിയ വാടക ഉണ്ടാവും, അത്രമാത്രം. അപ്പോൾ കാറ് വാങ്ങുന്ന ആൾക്ക് സ്വന്തമായിട്ട് ബാറ്ററി കിട്ടൂല. ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന കാലത്തോളം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതും കസ്റ്റമർക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. ബാറ്ററി ഡെഡ് ആവുന്നില്ല, പേടിയും വേണ്ട. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ ഞങ്ങളെ ആ ടോയ്സിന്റെ മാളും അതേപോലെ നമ്മളെ ചാർജിങ് സ്റ്റേഷനൊക്കെ കണ്ട് ഇപ്പോൾ ഒരു നാനോ ഐലൻഡ് എൻ്റെ മോനെ ഇവിടെ കാണേണ്ടത് കേട്ടോ. രാവിലെ എണീറ്റപ്പോഴാണ് ആ വ്യൂ കണ്ട്. നമ്മൾ കിടക്കണ ഇപ്പുറത്തന്നെ ക്ലാസ് തുറന്നിട്ട് ഫുള്ള് ബീച്ച്, എന്തോ ലുക്കുന്നോ, കടല്. അതെ, കടല്. അതെ, ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ സേർവേ? ഒരുപാട് പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് സ്കൂട്ടിയൊക്കെ എടുത്ത് ഈ ഐലൻഡ് മൊത്തം നമുക്ക് കറങ്ങാൻ പറ്റും. നല്ല കാറ്റും നല്ല തണുത്ത അന്തരീക്ഷം. അങ്ങനെ ഞങ്ങൾ നാനോ ഐലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സേർവേ, ഇന്നലെ നമ്മൾ കണ്ട ടോയ്സുകൾ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഇപ്പോൾ നാട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുമോ? അതോ BS ഉള്ള ഫാക്ടറിയിൽ മാത്രം എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നാട്ടിലേക്ക്? വേറെയുള്ള കൺട്രീസൊക്കെ ഒന്നും പ്രശ്നമല്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയത് നമുക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഫവാസൊക്കെ കുറെ സംഭവം ലിസ്റ്റ് എടുത്തിട്ട് അതെ 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 ഇട്ടു. പക്ഷെ ഫുള്ള് കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഷെയർബായി ഇനി അതിന്റെ ലീഗൽ വശങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്തിച്ചു ഒരു ടോയ് ഷോപ്പ് തുടങ്ങാൻ എല്ലാ സാധനം. അങ്ങനത്തെ കുറെ മാളുകളുണ്ട് അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് കുറെ മലയാളീസ് വന്ന് പർച്ചേസ് ചെയ്യും. ചെറിയ ക്വാണ്ടിറ്റിക്ക് ഒന്നും വന്നിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ ഇത് നാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ടാക്സ്, അതേപോലെ ഇവരെ സർവീസ് ചാർജ് ഉണ്ടാവും, നാട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജ് ഉണ്ടാവും.
അപ്പോൾ അത്തരം ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സൈർ ഭായിനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് അധികം വൈകാതെ കാണാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കും കേട്ടോ. താങ്ക് യു.